വയനാട് പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുന്നു. ഇന്നലെ നടന്ന സംഘർഷങ്ങളുടെ തുടർ സാധ്യത കണക്കിലെടുത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇതിനിടെ കഴിഞ്ഞ രാത്രിയും പ്രദേശത്ത് വന്യമൃഗ ആക്രമണമുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന നാടകത്തിനെതിരെ വയനാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും പുൽപ്പള്ളിയിൽ ഇപ്പോഴില്ല. നിരോധനാജ്ഞ ഇന്ന് സമാപിക്കും. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ 100ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി പുൽപ്പള്ളി 56-ൽ അനീഷ് എന്ന യുവാവ് കടുവയുടെ മുന്നിൽപ്പെട്ടിരുന്നു. പുലർച്ചെ ആശ്രമക്കൊല്ലിയിൽ എൽദോസ് എന്നയാളുടെ പശുവിനെ കടുവ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തു. പ്രാദേശികമായ പ്രതിഷേധങ്ങൾ ഇവിടങ്ങളിൽ നടന്നു. ഇതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി MP സന്ദർശിച്ചു. ആദ്യം ചാലിഗദ്ദയിൽ അജീഷിന്റെയും പിന്നീട് പാക്കത്തെ പോളിന്റെയും വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു. ചാലിഗദ്ദയിൽ നാട്ടുകാർ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചു. കേവലം സന്ദർശനങ്ങൾ മാത്രമായി MP-യുടെ ഇടപെടൽ ഒതുങ്ങുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഈ അപകടം നടന്ന ഇങ്ങനെയുള്ള സ്ഥലത്താണ് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല. പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത്. അദ്ദേഹത്തിന് അറിയില്ല ഇതിന്റെ 3 സൈഡും ഫോറസ്റ്റ് ആണ്, 2 സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ കിടക്കുന്ന ഏരിയയാണ്, ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല. ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ബയോഡാറ്റ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയുന്നു. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട വാഗേരി മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. പെട്ടെന്ന് തീരുമാനിച്ച സന്ദർശന പരിപാടി ഉച്ചയോടെ അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധി മടങ്ങി. രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വൻ സുരക്ഷയാണ് വിവിധയിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നത്. കൈരളി ന്യൂസ്, വയനാട്.